ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പീട്രോണിൻ്റെ KWM-I എന്ന് പറഞ്ഞ മൈക്രോഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇത് 2.4 GHz വയർലെസ് മൈക്രോഫോണാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈവ് ഷോകൾക്ക്, അതുകൊണ്ടൊക്കെ ഇൻ്റർവ്യൂവിന്, പിന്നെ വ്ളോഗ് ചെയ്യാൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങളുടെ റെക്കോർഡിങ്ങിന് വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് നല്ല ക്ലാരിറ്റിയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 2 മൈക്കും അതിൻ്റെ റിസീവറും കൂടെയാണ് കിട്ടുന്നത്. ഇത് 360 ഓഡിയോ സെൻസിങ് ഉണ്ട്, പോളാർ ക്ലിപ്പ് സ്റ്റൈലാണ്, പിന്നെ DSP നോയ്സ് റിഡക്ഷൻ ഉണ്ട്, 5 hours ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, അതുകൊണ്ട് 25 മീറ്റർ വയർലെസ് റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ചാർജിങ്ങിന് ഉപയോഗിക്കുന്നത് Type-C ചാർജിങ് ആണ്. അപ്പോൾ നമുക്കൊന്ന് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. പിന്നെ ഇത് മൊബൈലുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, ഇതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു റിസീവറും 2 മൈക്കുമാണ് കിട്ടുന്നത്. രണ്ട് ടൈപ്പ് വിൻഡ് മഫ് കിട്ടുന്നുണ്ട്. അതുപോലെ ആക്സസറീസ് ആയിട്ട് ഒരു ബാഗ് കിട്ടുന്നുണ്ട്. ഒരു C ടൈപ്പ് കേബിള്, അതുപോലെ 2 വിൻഡ് മഫ് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. വാറണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഈ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് അതിൻ്റെ സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അതുപോലെ ഇതിൻ്റെ റിസീവർ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ കുത്താനായിട്ട് പറ്റത്തുള്ളൂ. ഐഫോണിൻ്റെ കൂടി വരുന്ന റിസീവറുകൾ നമുക്ക് അവൈലബിൾ ഉണ്ട്. അപ്പം നമ്മൾ അത് നോക്കി മേടിക്കണം. അതുപോലെ നമ്മളിത് ഇപ്പോൾ യൂസ് ചെയ്ത് നോക്കി, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ മൊബൈലുമായിട്ട് കോൺഫിഗർ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ സെറ്റിങ്ങിൽ കയറുക. സെറ്റിങ്ങിൽ കയറിയിട്ട് നമ്മൾ എബൌട്ട് എടുക്കണം. എബൌട്ടിൽ വെർഷൻ ഒരു 5 പ്രാവശ്യം നമ്മൾ ഞെക്കി കൊടുക്കുമ്പോൾ ഇത് പോണക്ക് ഡെവലപ്പർ ഓപ്ഷൻ നമ്മുടെ ഓണാകും. അതിനുശേഷം നമ്മൾ ഡെവലപ്പർ ഓപ്ഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ USB ഡീബഗിങ് ഓണാക്കി കൊടുക്കണം. ഇത് ചെയ്യുന്നത് നമ്മുടെ ഫോണും റിസീവറും കൂടെ കോൺഫിഗർ ആകാൻ വേണ്ടിയാണ്. ഇനിയും റിസീവർ ഫോണിൻ്റെ ചാർജിങ് പോർട്ടിൽ കുത്തി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.